ഹായ് അസ്സലാമലൈക്കും. ഞങ്ങളൊന്ന് മക്കളായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. മക്കൾ ഒത്തിരി ദിവസമായി പറയുന്നത് നമുക്കൊന്ന് വായറ്റു കാണിച്ചതാന്ന്. അപ്പോൾ ഞാനും എൻ്റെ മോനൊക്കെ ആയിട്ട് മരുമോളൊക്കെ ആയിട്ട് പോയതാണ് വായറ്റു കാണാനായിട്ട്. അപ്പോൾ മോളിപ്പോൾ വന്നപ്പോൾ മോളപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പോകാം മീന്ന്. അങ്ങനെ സുബേർക്ക് വന്നില്ല കേട്ടോ, നമ്മൾ മാത്രമായിരുന്നു. അപ്പം 10:45 ഷോയാണ് റിസർവ് ചെയ്തത്. 10 മണിക്ക് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ യൂബർ ഓട്ടോക്കാണ് പോയത്. അപ്പോൾ യൂബർ ഓട്ടോ കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. പൊന്നൂസിനെ കൊണ്ട് പോകാനൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പൊന്നൂസ് അടങ്ങിയിരിക്കുമെന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു മോൾക്ക്. ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഞാനെന്തായാലും സിനിമ കണ്ടതല്ലേ, ഞാൻ അവൾ കരയണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങി നിന്നോളാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോയത്. സെൻട്രൽ സ്ക്വയറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. പിന്നെ ലിഫ്റ്റിൽ കയറി നമ്മളൊരു 10 മിനിറ്റിന് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടാണ്. 10:45 ഷോ തുടങ്ങുന്നത്. അതിന് 10 മിനിറ്റ് മുന്നേ തന്നെ ഞങ്ങളവിടെ എത്തി. ആളുകൾ കുറവായിരുന്നു, കാരണം ഒത്തിരി നാളായല്ലോ ഇപ്പോൾ ഈ വാഴാറ്റു ഇറങ്ങിയിട്ട്. മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ദിവസവും അവ്വാച്ചിയും പൊന്നൂസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും വന്ന് ഡോറ് തുറന്നു ഞങ്ങളകത്തേക്ക് കയറി. അത് വരുന്നത് സിനിമ കാണാനല്ല, അവനിക്ക് സിനിമ കാണാനൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. അവനിക്ക് തിയേറ്ററിൽ പോയി അവിടെ ഇരുന്ന പോപ്കോൺ തിന്നണം, അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നും കൊണ്ടിരിക്കണം. ഏറ്റവും ഇഷ്ടം പോപ്കോണാണ് അവിടുത്തെ. അപ്പോൾ ചെന്നിരുന്ന് ആ സെക്കൻഡിൽ തന്നെ അവൻ പറഞ്ഞു എനിക്ക് വിശക്കണ്, പോപ്കോൺ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ അത്യാവശ്യം ബിസ്ക്കറ്റും മിഠായൊക്കെ ആയിട്ടാണ് ഞാൻ ബാഗിൽ കരുതിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അത് ബിസ്ക്കറ്റൊക്കെ ഒരെണ്ണം തിന്നുള്ളൂ, അവനക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. പിന്നെ അതുമ്പോൾ എനിക്ക് അവ്വാച്ചി മോൾക്കും പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവരതും കഴിച്ച് തീരണവരെ അങ്ങനെ ഇരുന്നു. പിന്നെ പൊന്നൂസിനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു, നമ്മൾ കരുതിയ പോലെയൊന്നുമല്ല. സിനിമ കഴിഞ്ഞപ്പോഴാണ് പൊന്നൂസ് ഉണർന്നത്. പൊന്നൂസിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ് ഫുഡ് കഴിക്കണ്ട, അപ്പോൾ കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് പോയി. അവർക്ക് അവിടെ ഒത്തിരി കളിക്കാനുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കയറി കളിക്കണമെന്ന് പറഞ്ഞ് വെക്കേഷനായിട്ട് അവിടെ ഒന്നും പോയിട്ടില്ല. ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോന്നിലും ചാടി കയറി കളിക്കലാണ് കേട്ടോ. പിന്നെ അതിനനുസരിച്ച് കാർഡിൽ കാശും വേണം. എന്ത് ഭംഗിയാണ് ഓരോന്ന് കാണാനായിട്ട്. നമുക്ക് തന്നെ അതിൽ കയറിയിരുന്ന് കളിക്കാൻ തോന്നും. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിരുന്നു നമുക്കും കയറിയിരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ, കുട്ടികളുടേതല്ലേ. നല്ല കളർഫുള്ളാണ് കേട്ടോ, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഭംഗിയാണ്. പിന്നെ പുതിയ റൈഡൊക്കെ വന്നിട്ടുണ്ട് ട്രെയിനിൻ്റെയൊക്കെ, അതിലൊന്നും കയറ്റിയൊന്നുമില്ല. അല്ലാതെ തന്നെ ഒത്തിരി കാശായി. ആ കാർഡിലുള്ളതിലൊക്കെ അത്യാവശ്യം അവർക്ക് ഒരേ ഇതിലൊക്കെ കയറ്റി അവരെ കളിപ്പിച്ച് അവരതെല്ലാം ചെയ്ത് അവർക്ക് പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. ഞങ്ങൾക്ക് തന്നെ കണ്ടിട്ട് കണ്ണ് ചിമ്മിയിരിക്കണേന്. പിന്നെ മക്കളെ കാര്യം പറയണം, മക്കളും ഒട്ടും അവിടെ നിന്ന് ഇറങ്ങൂല. പിന്നെ 1.5 മണിക്കൂറോളം ഞങ്ങളവിടെ അങ്ങനെ തട്ടിമുട്ടിയും ഓരോന്നിലൊക്കെ കയറ്റി അങ്ങനെ നടന്നിട്ടാണ്. പിന്നെ അവിടെ നിന്ന് പതുക്കെ മക്കളായിട്ട് എസ്കേപ്പ് ആകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു ഉമ്മി ഇനി ഇവിടെ നിന്നാൽ ശരിയാകൂല, വാ നമുക്ക് മക്കളെ വിളിക്കാം, നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കാം, അല്ലെങ്കിൽ വീണ്ടും കാറിൽ റീചാർജ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾ വിളിച്ചപ്പോൾ മക്കളുണ്ടോ വരുന്നത്, മക്കൾ കൂട്ടാക്കുന്നില്ല. അവർക്ക് ഇനിയും കുറച്ച് നേരവും കൂടി നിൽക്കണം എന്നും പറഞ്ഞ് അവർ രണ്ടാളും വരുന്നില്ല. അതും ഔവയും ചെറുതാണെങ്കിൽ ഒട്ടും വരുന്നില്ല. ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഫുഡ് വേണ്ടെന്ന് അവർ പറയുന്നത്. അവർക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം കൂടി കഴിയട്ടെ എന്നും പറഞ്ഞ് അവളോട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെയും കുറച്ച് നേരം അവിടെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു വാ ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞു. കുറച്ച് നമുക്കിനി കറങ്ങി നടന്ന് അവിടെയൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അതുവിനെ അവനെയും ഒന്നൂസിനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. നമ്മൾ നേരെ പോയത് ലോഡഡിലേക്കാണ് കേട്ടോ. ലോഡഡ് ചെന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ലോഡഡ് ഫൈസ് ആണ് കേട്ടോ. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലോഡഡ് ഫൈസ് കിട്ടിയത്. അടിപൊളി സൂപ്പറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മോളും മരുമോനും മക്കളൊക്കെ കൂടെ പോയി ഇത് കഴിക്കാറുണ്ടെന്ന് പറയണം. ഉമ്മി ഇതുവരെയും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മോൾ എനിക്കിത് വാങ്ങിച്ചു തന്നത്. സംഭവം പൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.